നമസ്കാരം. നാം നിത്യജീവിതത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ സാധനത്തിൻ്റെ വ്യാജ ഉൽപ്പന്നത്തെ ചിലർ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാറുണ്ട്. വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ വീടിൻ്റെയോ ഒറിജിനൽ താക്കോൽ കൂടാതെ ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കാറുണ്ട്. ഇവിടെ രണ്ടാം തരം എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് എന്നതിന് ഒറിജിനലിൻ്റെ വാല്യൂ നൽകാറില്ല. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം എന്ന് പറയുമ്പോൾ ഇരട്ടിപ്പ് എന്നാണ് അർത്ഥം. ഉദാഹരണം പറയാം. മാതാപിതാക്കളുടെ കാലശേഷം വസ്തു അവകാശികൾ എല്ലാവരും കൂടി ഭാഗം വെച്ച് ഭാഗാധാരം നടത്തി എന്നിരിക്കട്ടെ. ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ആധാരം മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് ഒരു അവകാശിയുടെ കൈവശത്തിൽ മാത്രം ലഭിക്കുന്നു. മറ്റ് അവകാശികൾക്ക് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് അഥവാ ഇരട്ടിപ്പ് തയ്യാറാക്കിയിട്ടുള്ളതാണെന്നും അതിന് ഒറിജിനൽ ആധാരത്തിൻ്റെ അതേ വാല്യൂ ഉണ്ടെന്നും രജിസ്റ്റർ ചെയ്ത ആധാരത്തിൽ രേഖപ്പെടുത്തും. മറ്റ് അവകാശികൾക്ക് ഇരട്ടിപ്പ് ഒറിജിനൽ എന്ന പോലെ ഉപയോഗിക്കുവാനും ലോൺ എടുക്കുവാനും വസ്തു വിൽക്കുവാനും ഉൾപ്പെടെ എല്ലാ കാര്യത്തിനും ഇവ ഉപയോഗിക്കാനും കഴിയും. ആധാരപ്പകർപ്പ് ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. നഷ്ടപ്പെട്ടുപോയ ഒറിജിനൽ ആധാരത്തിൻ്റെ പകർപ്പ് മുദ്രപത്രത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും വാങ്ങുന്നതാണ് ആധാരപ്പകർപ്പ്. വെറുതെ പകർപ്പ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. വിൽപത്രത്തിൻ്റെ പകർപ്പ് വിൽപത്രം എഴുതിയ ആൾ മരണപ്പെട്ടതിന് ശേഷം ഡെത്ത് സർട്ടിഫിക്കറ്റ് പകർപ്പുൾപ്പെടെ അപേക്ഷിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അടുത്ത ഒരറിവുമായി ഉടൻ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. വീണ്ടും കാണുന്നത് വരേക്കും ബായ്.